അല്ലേ? അതെ അതെ, അച്ഛൻ സൺഡേ സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളെ നോക്കിയതു കണ്ടില്ലേ? എനിക്ക് എന്തൊരു സന്തോഷമായെന്നറിയാമോ? ഇനി നമുക്ക് എല്ലാ ദിവസവും കുറച്ചു സമയം ഈ പൂന്തോട്ടം ശ്രദ്ധിക്കണം. ആ ശരിയാ, ഇത്രനാളും പൂന്തോട്ടം നോക്കിയത് മുഴുവൻ അമ്മയല്ലേ? ഇനി നമുക്കും നല്ലോണം സഹായിക്കണം. മാത്രമല്ല, ആരെങ്കിലും അറിഞ്ഞാലും നാണക്കേടാകും. ശരിയാ ശരിയാ. അല്ല ജോളി, നീ എന്തിനാ കുറച്ചു പൂക്കൾ പറിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്? അതെ, ഈശോയുടെ ചിത്രത്തിന് മുന്നിൽ വയ്ക്കാനാ. അത് നല്ല ഐഡിയ ആണല്ലോ. നിനക്കത് എവിടുന്ന് കിട്ടി? സിസ്റ്റർമാർ ചെയ്യുന്നത് കണ്ടിട്ടാ. ഇങ്ങനെ അവധി ദിവസങ്ങൾ കിട്ടുന്നത് നല്ലതാ അല്ലേ? പിന്നല്ലാതെ, പണികളും ചെയ്യാം, കളിക്കുകയും ചെയ്യാം. കുറച്ചു സമയം പഠിച്ചാൽ മതി. ശരിയാ, ശരിക്കും അടിപൊളി. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കളിക്കാൻ പോകാൻ. ശരിയാ, എനിക്കും വിശക്കുന്നുണ്ട്. എനിക്കും. അതിനല്ലേ അമ്മ അപ്പവും കറിയും കൊണ്ടുവന്നത്? അമ്മയുടെ നല്ല കുട്ടികൾ പണിയെടുത്ത് ക്ഷീണിച്ചതല്ലേ? ഇനി ഇത് കഴിച്ചോളൂ. താങ്ക് യു അമ്മേ. ഇത് പാത്രം കഴുകി വെച്ചതിനുള്ള സമ്മാനമാണ്. അപ്പോൾ പാത്രം കഴുകി വെച്ചത് നന്നായി അല്ലേ? ഇനി എന്റെ മക്കൾ കളിക്കാൻ പോയിക്കോ കേട്ടോ. പക്ഷെ ഉച്ചയാവുമ്പോഴേക്കും തിരികെ വരണം. ശരി അമ്മേ. വയറ് കൂടുതൽ നിറഞ്ഞെന്നാ തോന്നുന്നത്. ആ അപ്പം ഷെയർ ചെയ്ത് കഴിച്ചാൽ മതിയായിരുന്നു. വെറുതെ ആർത്തി കാണിച്ചു. ചിരിക്കണ്ട. സോറി സഞ്ജു. ഞാൻ പോയി ഷർട്ട് മാറ്റിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്കോ? നിൽക്കാം. വേഗം പോയിട്ട് വാ. കളിക്കാൻ ആള് കുറവാണല്ലോ. ഞങ്ങള് വന്നത് നന്നായല്ലേ? അതെ അതെ. വേഗം വാ, കളി തുടങ്ങാം. ഈ പക്രുവിന്റെ ഒരു തിരക്ക്. അത് വേഗം ഔട്ടാവാനുള്ള തിരക്കാ അല്ലേ പക്രു? ശരിയാ, കളി തുടങ്ങിയാൽ ഉടനെ ഔട്ടാവാനുള്ളതല്ലേ?
ആരൊക്കെയാ ടീം? പക്രു, പ്രീതി, ഞാൻ. നീയും ജോളിയും റിച്ചു. ഓക്കെ, എന്നാൽ കളി തുടങ്ങാം. ഞാൻ ആദ്യം ബോൾ ചെയ്യാം. സ്പീഡിലൊരു ബോൾ എറിഞ്ഞാൽ പേടിച്ചു ബാറ്റുമായി നീങ്ങി നിൽക്കുന്ന ആളാ. എന്നിട്ട് നിൽക്കുന്നത് കണ്ടാ തോന്നും സച്ചിനാന്ന്. ശരിയാ. അടുത്ത ബോൾ സ്പീഡിലാണ് എറിയുന്നത്. പേടിക്കരുത്. എനിക്കോ പേടിയോ? എനിക്കോ പേടിയോ? എനിക്കോ പേടിയോ? Marchei que me lava matute. Kameste jaska mamaki kasa. Mida marchei que me lava matute. Kameste jaska mamaki kasa. നിനക്ക് മൊബൈലൊക്കെ ഉണ്ടോടാ? എന്റെ അങ്കിൾ മേടിച്ചു തന്നതാ. ഇതിൽ അടിപൊളി പാട്ടുകൾ എപ്പോഴും കാണാറുണ്ട്. Make some noise for the Desi Boys. D-Boys. D-Boys. പക്രു, നീ ഇങ്ങനത്തെ വൃത്തികെട്ട പാട്ടുകൾ എന്തിനാ കാണുന്നത്? നമ്മുടെ ഈശോയ്ക്ക് സങ്കടമാവില്ലടാ. സ്വഭാവം ചീത്തയാവും. പിന്നെ പാട്ടു കണ്ടതുകൊണ്ട് ഈശോക്ക് എന്തു സങ്കടം? സ്വഭാവത്തിന് എന്ത് കുഴപ്പം? ഓ, നമ്മൾ നല്ല കുട്ടികളായിരിക്കണം എന്നല്ലേ ഈശോയുടെ ആഗ്രഹം? ഇതൊക്കെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ അഴുക്കാവില്ലേ? ഒന്ന് പോ ജോബി, ഞങ്ങൾ ഇതു കാണട്ടെ. നല്ല രസമുള്ള പാട്ടാ. എന്തിനാ ജോബി വിഷമിച്ചിരിക്കുന്നത്? പക്രുവിന്റെയും റിച്ചുവിന്റെയും കാര്യം ഓർത്തിട്ടാ. എന്നാൽ നമുക്ക് സെറാഫിനെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജോബി, വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് വഴിയുണ്ടാക്കാം. ഈ മൊബൈൽ ബോള് പോലെ ഉരുളുമോ ജോബി? ആ, ചീത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഉരുണ്ടു പോകും. അയ്യോ, ഇതിലെ അടിപൊളി പാട്ടുകളൊന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ പോയി കാണും. അതു നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലേ, ഈശോയ്ക്ക് അതൊന്നും ഇഷ്ടമാവില്ലെന്ന്. പക്ഷെ ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീ ചീത്തയാവാതിരിക്കാൻ അതൊക്കെ കളഞ്ഞു കാണും. ശരിയാണോ ജോബി? ഈശോക്ക് എന്നെ വലിയ ഇഷ്ടമാണോ? പക്ഷെ ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നാണല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയല്ല പക്രു, ഈശോയ്ക്ക് നിന്നെ നല്ല ഇഷ്ടമാ. പിന്നെ നീ എപ്പോഴും വികൃതി കാണിക്കുമ്പോഴാ ആർക്കും നിന്നെ ഇഷ്ടമല്ലാത്തത്. പക്ഷേ ഞാൻ അറിയാതെ വികൃതി കാണിച്ചു പോകും. പക്രു, നീ വിഷമിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഞാനും പ്രാർത്ഥിക്കാം.
ഈശോ സഹായിക്കും. പിന്നെ നിന്റെ കാവൽ മാലാഖയും ഉണ്ടല്ലോ. എന്നാൽ ഞാൻ നല്ല കുട്ടിയാകും. പക്ഷേ കാവൽ മാലാഹ എങ്ങനെയാ സഹായിക്കുക? എനിക്ക് കാവൽ മാലാഹയെ കാണാൻ പറ്റുന്നില്ലല്ലോ. നീ അങ്ങനെ പറയുന്നത് നിന്റെ കാവൽ മാലാഖയ്ക്ക് എന്തു സന്തോഷമാണെന്നറിയാമോ? അതു നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ അറിയാമെന്നേ. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയിരുന്നു കഥ പറയുമ്പോൾ നിങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾ അവിടെ വേറൊരു കഥ കാണുകയായിരുന്നു, അല്ലേ പക്രു? അതെ അതെ, അടിപൊളി കഥ. എന്നാൽ ശരി, നമുക്ക് വീട്ടിൽ പോകാം. എന്നിട്ട് വൈകുന്നേരം കളിക്കാം. ശരിയാ, സമയം ഉച്ചയായി. അമ്മയോട് പറയും ഇത് മുഴുവൻ വറുത്തു തരാൻ. അനിയത്തിക്കൊന്നും കൊടുക്കില്ല, ഞാൻ തന്നെ മുഴുവനും തിന്നും. അതെന്ത് ശീലമാ പക്രു? എല്ലാവരും കൂടി പങ്കിട്ട് കഴിക്കുമ്പോഴല്ലേ സന്തോഷം. എന്റെ ജോബി, നീ എന്തോ മണ്ടനാ. എല്ലാവർക്കും കൊടുത്താൽ നമുക്ക് കുറച്ചല്ലേ കിട്ടൂ. പക്ഷേ പങ്കിട്ടു കഴിക്കുന്നതാ രസം. നീ എങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത്. അയ്യോ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. സറാഫിൻ, വേഗം എന്തെങ്കിലും ചെയ്യാമോ? അല്പസമയം ഒന്ന് കാത്തിരിക്കെ. പക്രുവിനൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ആവശ്യമാണ്. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. എടുത്ത നായ്ക്കുട്ട, ആരെയും ഉപദ്രവിക്കാതിരുന്നാ മതി. ഓ, രക്ഷപ്പെട്ടു. ജോബി, എന്താ അതു തിരിച്ചു പോകാൻ കാരണം? അതോ, സറാഫിൻ നിന്നെ രക്ഷപ്പെടുത്തിയതല്ലേ. ഓ, നിങ്ങൾ പറയാറുള്ള സെറാഫിൻ അല്ലേ? സെറാഫിൻ വന്നോ? ഉവ്, നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ. സെറാഫിനോട് എന്റെ നന്ദി പറയണേ. നീ പറയുന്നതെല്ലാം സെറാഫിൻ കേൾക്കുന്നുണ്ട്. ഞാൻ തനിയെ മീനെല്ലാം തിന്നുമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇനി ഞാൻ അങ്ങനെ പറയേയില്ല, ചെയ്യേയില്ല. എല്ലാം പങ്കിട്ടു കഴിക്കും. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്? ശരിയാ. നിങ്ങൾ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, അതാണ് ശരിയായ കാര്യമെന്ന് പറഞ്ഞതാ.